ഇന്ന് നമ്മൾ ചെറിയൊരു കാർ പോർച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇതിൻ്റെ ഫ്രെയിം വരുന്നത് 4:1 പൈപ്പാണ് കൊടുക്കുന്നത്. ഇത് ചുറ്റും നമ്മൾ 4:1 പൈപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പരമാവധി ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു പോർച്ചാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സ് പരമാവധി ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മഴയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വീഡിയോ നമുക്ക് വലിയൊരു ലെങ്ത്തൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുപോലെ ഫൈനൽ ലുക്ക് വരുന്നതും ചെറിയൊരു വ്യൂ മാത്രമേ ഉള്ളൂ. അധികവും മഴയുടെ പ്രശ്നമായിരുന്നു. 2 ദിവസമൊക്കെ നമുക്ക് എടുക്കാനുള്ള വർക്ക് നമുക്ക് കൂടുതൽ ദിവസം എടുക്കേണ്ട വന്നിട്ടുണ്ട്. 4:1 ഫ്രെയിം വെച്ചതിൻ്റെ അടിയിലായിട്ട് നമ്മൾ പാത്തിയൊക്കെ കാണാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു 1.5-3 കൂടെ അതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ശരിക്ക് ബഡ്ജറ്റ് കൂട്ടി ചെയ്യുന്നതാണെങ്കിൽ 6:1 ഒറ്റ പൈപ്പ് എടുത്തിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. സിലിണ്ടറിൽ 2 2.5 വെച്ചിട്ടുള്ളത്. പട്ടിക 1.25 പട്ടികയും വെച്ചിട്ടുള്ളത്. ബോർഡർ ഫുള്ളായിട്ട് ഷീറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കുന്ന വിധത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് പാത്തിയും ഫുള്ളായിട്ട് ഇറങ്ങി നിൽക്കും. അപ്പോൾ പുറത്ത് നോക്കിയാൽ നമുക്കൊരു ബോർഡർ മാത്രമേ കാണുള്ളൂ. ഈ വീടിനെ അപേക്ഷിച്ച് വീട് റോഡുമായിട്ട് കുറച്ച് താഴ്ന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഇത് കാണാൻ സാധ്യതയുണ്ട്. ഷീറ്റിൻ്റെ ടോപ്പ് ഭാഗം കൂടെ കാണാനുള്ള സാധ്യതയുണ്ട്. സാധാരണ ഏരിയയിൽ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. പാത്തിയുടെ ക്ലാമ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ക്ലാമ്പ് വെക്കണം നിർബന്ധമൊന്നുമില്ല. ക്ലാമ്പ് ചെറിയൊരു ബട്ടയെങ്ങാനും വളച്ച് വെച്ചാലും മതി. ക്ലാമ്പ് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം പരമാവധി സീറ്റിംഗ് ആയിട്ട് പാത്തി നിന്ന് ആ ഒരു ഏരിയയും കൂടെ വെള്ളം ഇറങ്ങാനുള്ള സാധ്യത കുറയും. ഷീറ്റ് നമ്മൾ JSW കളർ 1+3/5 തിക്നെസ്സുള്ള ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ 18 അടിയുടെ 5 ഷീറ്റായിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുള്ളത്. നേരെ തിരിച്ചായിരുന്നു ഷീറ്റ് വർക്ക് ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ 18 അടിയുടെ 5 ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ 18 അടിയുടെ ആവശ്യമില്ല. ഇവിടെ ഒരു 15 അടിയൊക്കെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 3 അടി കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഷീറ്റ് ഇട്ടതിന് ശേഷമുള്ള ലുക്ക് ഇതാണ്. നമുക്കിതിന് 2 തൂണും കൂടെ 2.2 തൂണ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് 2 തൂണ് 2.2 വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് 1 ഇഞ്ച് പൈപ്പും കൂടെ വെക്കാനുള്ളതാണ്. അതിൻ്റെ ബോക്സായിട്ട് തിരിക്കുന്നതാണ് ഈ കാണുന്നത്. 2 പൈപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി അതിൻ്റെ ഇടയ്ക്കേക്ക് 1 ഇഞ്ച് പൈപ്പും കൂടെ സെറ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. നല്ല മഴ ഉണ്ടായിരുന്നു, കറണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ ആയിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഓടിച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ മേലത്തിട്ട് സൈഡിലേക്ക് വെക്കാനുള്ള പൈപ്പ് സെറ്റാക്കുന്നുണ്ട്. ഇതിങ്ങനെയാണ് നമ്മൾ സെറ്റാക്കി വെക്കുന്നത്. അടിയിൽ 2.2 പൈപ്പും ടോപ്പിലൊരു ചെറിയൊരു ബട്ടയും കൊടുത്തിട്ടാണ് സെറ്റാക്കുന്നത്. അപ്പോൾ ഇതാ ഒരു പൈപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ സെറ്റാക്കാനുണ്ട്. അടിഭാഗത്ത് 4 ഹോൾ പ്ലേറ്റ് വെച്ചിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത്. അടുത്ത ഭാഗത്ത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മഴ പെയ്തു. മുകളിൽ റോഡിലുള്ള വെള്ളമൊക്കെ ഒഴുകി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം മൊത്തം വെള്ളത്തിലാണുള്ളത്. വീട് കുറച്ച് താഴ്ന്നിട്ടുള്ള വീടായതുകൊണ്ട് മുകളിലത്തെ റോഡിലുള്ള വെള്ളമൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമ്മൾ വലിയൊരു ലെങ്ത്ത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വളരെ ചെറിയൊരു വീഡിയോ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്.
ഇവിടെ കുറച്ച് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് അത്ര വ്യൂ കിട്ടുന്നില്ല, കവുങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഒരു ചെറിയ തടസ്സമുണ്ട്, ചെടിയൊക്കെ വരുന്നതുകൊണ്ട്. ഇപ്പോൾ ചെറിയൊരു കട്ടിങ് അവിടെ ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ പോളികാർബൺ ഷീറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.